പക്ഷെ ജയ്ക്ക് ഈ സംവിധാനത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ശരി, ഇതുവരെ മനസ്സിലായില്ല, ഇതുവരെ അറിഞ്ഞില്ല. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. നമുക്ക് ചെയ്യാൻ ഏറെയുണ്ട്. ശരിയാണ്, നമുക്ക് ഫണ്ടിന്റെ പ്രശ്നമുണ്ട്, നമുക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ സംവിധാനത്തെ ആശ്രയിച്ച് ജീവൻ വിശ്വാസം അർപ്പിച്ച് വരുന്ന മനുഷ്യരുടെ കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ പറഞ്ഞത് എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കി പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നി എന്നുള്ളതാണ്. ആ നിലയ്ക്ക് പരിതാപപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ തള്ളിവിടാൻ കഴിയില്ലല്ലോ. ഒരിക്കലുമില്ല. ഇപ്പോൾ ഇവിടെ ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധി തുടക്കം മുതൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ചില ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മറുപടി പറയാനുള്ള ശ്രമങ്ങൾക്കെല്ലാം ഇടയ്ക്ക് വെച്ച് പുതു ചോദ്യങ്ങൾ വന്ന് സ്വാഭാവികമായി നമ്മുടെ സംവാദം അങ്ങനെ വഴിമാറി പോവുകയാണ് ഉണ്ടായത്. എന്തായാലും അല്പ ദീർഘസമയം എടുത്തുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതിനിധി ദീർഘമായ ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇവിടെ കാഴ്ചവെക്കുകയുണ്ടായി. എനിക്ക് സ്വാഭാവികമായും എല്ലാത്തരം കാര്യങ്ങൾക്കും മറുപടി പറയാൻ അവസരം കിട്ടില്ല. ഞാൻ പക്ഷേ ഈ ചർച്ചയിൽ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ച ഒരു വാചകം ഞാൻ ഒന്നുകൂടെ കോട്ട് ചെയ്യുന്നു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തെ മാത്രം എടുത്തു വെച്ച് വിലയിരുത്തിയാൽ അതിനോടുള്ളൊരു നീതിപൂർവമായ വിലയിരുത്തലായി മാറില്ല. കേരളത്തിൻ്റെ ആരോഗ്യരംഗം എവിടെ നിന്നിരുന്നു, ഇപ്പോഴെവിടെ നിൽക്കുന്നു, അങ്ങനെ വേണം നമ്മൾ കാര്യങ്ങളെ വിലയിരുത്താൻ. കേരളത്തിൻ്റെ ആരോഗ്യരംഗം തകർന്നു പോയോ, പിറകോട്ട് പോയോ, അതോ മുമ്പോട്ടേക്കാണോ അതിൻ്റെ സഞ്ചാരം? ഇതാണ് നമ്മുടെ ആത്യന്തികമായ പരിശോധനയിൽ പ്രധാനപ്പെട്ടതായി നിർദ്ദേശിച്ച് വരേണ്ടത്. ഞാൻ ആങ്കറുടെ ഫോണിലേക്ക് അയച്ചു തന്നൊരു വീഡിയോ ക്ലിപ്പുണ്ട്. അത് ഇവിടെ പ്ലേ ചെയ്യാൻ സാധ്യതയില്ല, അത് മറ്റൊരു മാധ്യമത്തിൻ്റെതാണ്. പക്ഷേ അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് കേരളം ICUവിലാണോ എന്ന പരിശോധന നടത്തപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയുടെ കാലയളവിലെ ഭരണത്തെ സംബന്ധിച്ചാണ്. അതിൽ ഞങ്ങളാരും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമല്ല. ബഹുമാനിയായ ആരോഗ്യവകുപ്പിൻ്റെ അന്നത്തെ മന്ത്രി പറയുന്നത്, അദ്ദേഹം പറയുന്ന ഒരു വാചക പ്രകാരമാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ കേടായി കിടക്കുകയാണ്, അത് ഉടനെ പരിഹരിക്കാം. CT സ്കാൻ വർക്ക് ചെയ്യുന്നില്ല, അത് ഉടനെ പരിഹരിക്കാം. MRI സ്കാൻ വർക്ക് ചെയ്യുന്നില്ല, അത് ഉടനെ പരിഹരിക്കാം. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അവിടെ മാത്രം കൊടുക്കാനുള്ള തുക 125 കോടി രൂപയ്ക്ക് മേലെയാണ്, അതുടനെ പരിഹരിക്കാം. മരുന്ന് ലഭിക്കുന്നില്ല, വീണ്ടും വാർത്താലേഖകന്റെ ചോദ്യം, അതുടനെ പരിഹരിക്കാം. എന്തായാലും ഞാൻ ആവർത്തിച്ച് അല്പം അഭിമാനത്തോടു കൂടെ തന്നെ പറയുന്നു, ഈ പ്രശ്നങ്ങളായി തന്നെ പരിശോധിക്കപ്പെടണമെന്ന് പ്രധാനപ്പെട്ട വാദം തിരികെ പറയുമ്പോൾ തന്നെ കേരളത്തിന്റെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലും ഇന്നൊരു സാധാരണക്കാരനായ മനുഷ്യനും വെന്റിലേറ്റർ കേടായി എന്നുള്ളത് കൊണ്ട് രക്തസാക്ഷിത്വം വരിക്കേണ്ട വരുന്ന അനുഭവം ഇന്ന് കേരളത്തിൽ എവിടെയുമില്ല. CT സ്കാനും MRI സ്കാനും തുടർച്ചയായി 3-4 വർഷക്കാലം കേടായി കിടക്കുന്ന അനുഭവം എവിടെയുമില്ല. മരുന്ന് ലഭിക്കാതെ മരിക്കേണ്ട വരുമോ എന്ന് 2014 മാതൃഭൂമി ദിനപത്രത്തിന് എഡിറ്റോറിയൽ പേജിൽ ആരോഗ്യത്തെ സംബന്ധിച്ച് എഡിറ്റോറിയൽ എഴുതേണ്ട വന്ന അനുഭവം ഇന്ന് എവിടെയുമില്ല. പിന്നെ കേരളം ഒന്നാമതാണ് എന്ന് പറയുമ്പോൾ അതൊരു ബാണ്ടക്കെട്ടായി മാറുന്നു എന്നുള്ളതാണ് ബഹുമാന്യനായ മലയാളിയായ കോൺഗ്രസ് നേതാവിന് തോന്നുന്നത്. അങ്ങേക്ക് ബാണ്ടക്കെട്ടാണെങ്കിൽ അത് അങ്ങയുടെ മാത്രം തോന്നലാണ്. ഈ കഴിഞ്ഞ 3 വർഷവും ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ കൊടുത്ത കഴിഞ്ഞ 3 വർഷക്കാലവും 1ാം സ്ഥാനത്തെത്തിയ നാടിന്റെ പേര് കേരളം എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധി ഉണ്ടെന്ന് ആങ്കർ പറയുമ്പോഴും സാമ്പത്തികത്തിന്റെയും ഫണ്ടിന്റെയും ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും 7000 കോടി രൂപയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സയായി കൊടുക്കുന്നത്. വെന്റിലേറ്റർ കേടായി കോൺഗ്രസിന്റെ കാലയളവിൽ കിടന്ന, CT സ്കാനും MRI സ്കാനും വർക്ക് ചെയ്യാതെ കോൺഗ്രസിന്റെ കാലയളവിൽ കിടന്ന ഇതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 100 ICU ബെഡുള്ള കാഷ്വാലിറ്റി പണിത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ സർക്കാരിന്റെ കാലയളവിലാണ്. സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ വർഷം കൊണ്ട് 257 തസ്തികകൾ പുതുതായി സൃഷ്ടിച്ച ഏറ്റവും കൂടുതൽ തസ്തിക നിർണയം പുതുതായി സൃഷ്ടിക്കപ്പെട്ട വകുപ്പ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പാണ്. അതായത് ഏത് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഇന്ത്യക്ക് പ്രതീക്ഷാ നിർഭരമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആരോഗ്യരംഗം ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൻ്റെതാണ്. അത് ബാണ്ടക്കെട്ടായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വസ്തുതാപരമായി വിശകലനം ചെയ്യാതെ സ്ഥിതിവിവര കണക്കുകളെ പരിശോധിക്കാതെ പറയുന്ന ഒരു വാചാടോപമാണ്. അതാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ആവർത്തിക്കുന്നു, ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിമർശനങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ കാര്യങ്ങൾക്കകത്ത് മാപ്പറിയിക്കാത്ത കുറ്റമാരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ട് അർത്ഥപൂർണമായ നിലയിൽ കേരളത്തിന്റെ രാഷ്ട്രീയമായ മറുപടി പറഞ്ഞു തീരട്ടെ എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ നമ്മളൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ച് കൃത്യമായ ഒരു വെളിപ്പെടുത്തലുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് സർക്കാർ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞ മുഴുവനും കാര്യങ്ങൾ ഒരു മാധ്യമത്തിന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച നടത്താൻ കഴിയില്ല എന്ന് ജയിക്കിനും അറിയാം. അതാണ് ഞാൻ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പരിഹാരം കാണേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഇനി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അത്തരത്തിലുള്ള ഒരു അജണ്ടകളുമില്ല. പക്ഷേ ജയിക്കിതിന്റെ പ്രശ്നം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറിഞ്ഞില്ല എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടായിട്ട് അത് അറിഞ്ഞില്ല, അവിടെ ഉപകരണങ്ങളുടെ ക്ഷാമം ഉണ്ടായിട്ട് അറിഞ്ഞില്ല, അത് ഉദ്യോഗസ്ഥർ മറച്ചു വെക്കുന്നു മുകളിലേക്ക് എന്നാണെങ്കിൽ അവർക്ക് ഈ സംവിധാനത്തെ പേടിയില്ല, ഇവിടെ ചോദ്യം ചെയ്യും എന്ന ഒരു ബോധമില്ല. ഇതിനൊക്കെ ആരും മറുപടി പറയും?
ഇല്ല, ഞാൻ ആവർത്തിക്കുന്നു. ഞാൻ തൊട്ടും അത് അങ്ങയോട് സൂചിപ്പിക്കാൻ ശ്രമിച്ച കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇക്കാര്യത്തിലൊന്നും ബഹുമാനിയായ ഡോക്ടറെ അടച്ചാക്ഷേപിക്കാൻ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം പരിപൂർണമായ നുണ അല്ലെങ്കിൽ ശുദ്ധമായ അസംബന്ധം എന്നൊരു തീർപ്പ് കൽപ്പിക്കലും ഇല്ല. അതുകൊണ്ടാണ് അത് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത്. മറ്റേതെങ്കിലും ഒരു കാലയളവിൽ ഉണ്ടായിട്ടുള്ളതുപോലെ ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റോ നിയമാവലി എടുത്തു വെച്ചിട്ട് അദ്ദേഹത്തെ വിരട്ടാനോ ഭീഷണിപ്പെടുത്താനോ അല്ലല്ലോ തയ്യാറാകുന്നത്. അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങളെ സംബന്ധിച്ച് കാര്യഗൗരവത്തോടെ പരിശോധിക്കുമെന്നുള്ളതല്ലേ പറയുന്നത്. ഇതിനും അപ്പുറം തുറന്ന ഒരു സമീപനം ആരിൽ നിന്ന് എങ്ങനെ ഉണ്ടാകണമെന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സമീപനം മറ്റാരെങ്കിലും ആരെങ്കിലും ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ തുറന്ന സമീപനം സ്വീകരിക്കുക മാത്രമല്ല സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം. അവിടെ പരിമിതികൾ ഉണ്ടെങ്കിൽ അത് അറിയുക, ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് അറിയുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇനി സർക്കാരിന്റെ നയം അത് തന്നെയാണെങ്കിൽ അത് നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. നടപടിയെടുക്കപ്പെടും എന്ന ഉറച്ച ബോധ്യം ഉദ്യോഗസ്ഥരിലും ഈ സംവിധാനത്തിലും ഉണ്ടാക്കുക എന്നതുകൂടി ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു വെച്ചേ എന്നേ ഉള്ളൂ. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വെളിപ്പെടുത്തൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ തിരുത്തൽ ഉണ്ടാവട്ടെ, നന്നാവട്ടെ എന്നത് മാത്രമേ ആഗ്രഹിക്കാൻ കഴിയൂ.